എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് തേങ്ങ, പാളയംകോടൻ പഴം, അതേപോലെ തന്നെ ഒരു ഗ്ലാസ് അളവിലാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഞാൻ നമ്മുടെ പഴം ഉണ്ടല്ലോ, പാളയംകോടൻ പഴമാണത്, അതൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറുതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് വലുതാണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ 5 എണ്ണവും അതേപോലെ തന്നെ ഒരു മൂടി അളവിലാണ് കേട്ടോ തേങ്ങ ചിരവി വെച്ചിരിക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ തേങ്ങയും പഴവും കൂടി ഒന്ന് അരയാനായിട്ട് ഞാൻ ഒരു അര ഗ്ലാസ് അളവിൽ വെള്ളവും കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇവിടെ ഞാൻ അരച്ചെടുക്കുന്നത്. ഞാൻ ഇവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഏലക്കായ 2 ഏലക്കായുടെ ഉള്ളിലുള്ള കുരുവും കൂടി ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു മീഡിയം മധുരമാണ്, അതും കൂടി ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഒറ്റ പ്രാവശ്യം കൂടി ഒന്ന് കറക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഏലക്കായുടെ കുരുവൊക്കെ ഒന്ന് അരിഞ്ഞ് കിട്ടുന്നത് പോലെ ഒന്ന് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പാളയംകോടൻ പഴം തന്നെ വേണമെന്ന് ഒറ്റ നിർബന്ധവും ഇല്ല കേട്ടോ. ചെറുപഴം ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇതിലൂടെ ഞാൻ കുറച്ചായിട്ട് നമ്മുടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അരിപ്പൊടി ചേർക്കുമ്പോൾ ഒന്നുകൂടി ടൈറ്റ് ആവും. അപ്പം നമുക്ക് നോക്കിയിട്ട് വെള്ളം ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെങ്കിൽ അരിപ്പൊടി ആദ്യം തന്നെ കംപ്ലീറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചായിട്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണെങ്കിലും മതിയാവില്ല. ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്, അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് അളവിൽ നമ്മുടെ സോഡാപ്പൊടിയില്ലേ, അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡയാണ്, അത് പിഞ്ച് അളവിലാണ് ചേർത്ത് കൊടുത്തത്. ഒരു 1/4 ടീസ്പൂണൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, അതിൽ താഴെയാണ് ചേർത്തിരിക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയുള്ളൂട്ട് നമ്മുടെ ഈ ഒരു ബാറ്റർ ഉണ്ടാക്കാനായിട്ട് കറക്റ്റായി. നമുക്ക് ഒരുപാട് ലൂസാക്കാനും പറ്റില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മുടെ ഈ ഒരു മാവ് ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ചീനിച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോ സ്പൂണായിട്ട് ഇനി കോരിയിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെറുപഴം വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുത്തെന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാണ്. അതേപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എങ്കിലപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.